അത് പിന്നെ കണ്ണേട്ടന് കിച്ചുവിനോട് പ്രത്യേകിച്ച് താല്പര്യമുണ്ടോ? എന്തൊക്കെയോ പ്രതീക്ഷിച്ച യദുവിന് ചെറിയൊരു നീരസം തോന്നി. എന്ത് താല്പര്യം അമ്മു? യദു അല്പം ഗൗരവത്തിലായി. ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ. അമ്മു വേഗം സംസാരം നിർത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും യദു അവളുടെ കൈ വലിച്ച് അവിടെ തന്നെ ഒന്നുകൂടെ ചേർത്തിരുത്തി. യദുവിൻ്റെ പ്രവൃത്തിയിൽ അമ്മു അന്താളിപ്പോടെ അവനെ നോക്കി. അതെ എൻ്റെ അമ്മൂട്ടി, എൻ്റെ മനസ്സിൽ ഒരാളോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിട്ട് വർഷം 5-6 ആ വിവരം എൻ്റെ അമ്മൂട്ടിക്കറിയോ? യദു അമ്മുവിൻ്റെ കണ്ണിലേക്ക് തന്നെ നോക്കി ചോദിച്ചു. അമ്മു പെട്ടെന്ന് തന്നെ യദുവിനിലേക്ക് നീണ്ടു നിൽക്കുന്ന തൻ്റെ കണ്ണുകളെ മാറ്റി. അമ്മു. യദു അമ്മുവിൻ്റെ മുഖം തൻ്റെ നേർക്ക് തിരിച്ചു അവളെ വിളിച്ചു. എന്നാൽ അമ്മു കണ്ണ് ചിമ്മി തന്നെ നിന്നു. അമ്മു, കണ്ണു തുറക്ക്. എൻ്റെ കണ്ണിൽ നോക്കി പറ അമ്മു. നിനക്ക് എന്നോടുള്ള ഫീൽ എന്താണെന്ന്? അയ്യോ, യദുവേട്ടൻ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നുമില്ല, അവൾ വേഗം പറഞ്ഞൊഴിഞ്ഞു. എന്നാൽ ഞാൻ പറയട്ടെ അമ്മു, വർഷങ്ങളായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഈ ഒരു മുഖം മാത്രമേ ഉള്ളൂ. ഊണിലും ഉറക്കത്തിലുമെല്ലാം എൻ്റെ ഈ പെണ്ണിൻ്റെ മുഖം മാത്രം, ചിന്തകൾ മാത്രം. ഇത് കേട്ടതും അമ്മുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. യദു അമ്മുവിൻ്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് ആ കണ്ണിലേക്ക് തന്നെ നോക്കിയിരുന്നു. അമ്മു അവൻ്റെ കൈകളെ മെല്ലെ അകത്തി മാറ്റി. വേണ്ട ഏട്ടാ, ആർക്കും ഇഷ്ടമാവില്ല. കിച്ചുവിന് എന്നോട് ദേഷ്യമാവും. എനിക്കത് സഹിക്കില്ല. ഞങ്ങൾ നിങ്ങൾക്ക് ചേരില്ല ഏട്ടാ. അവൾ വിതുമ്പിപ്പോയി. യദുവിൻ്റെ മനസ്സിൽ ഒരു കുളിരി കോറിയ പോലെ തോന്നി. യദു മുകളിലേക്ക് നോക്കി ഒരു ദീർഘനിശ്വാസം എടുത്തു. അവൻക്കറിയാമായിരുന്നു തൻ്റെ വീട്ടിലുള്ളവർക്ക് ഈ പെണ്ണിനോടും കുടുംബത്തിനോടും എത്രത്തോളം പ്രിയമാണെന്ന്. അതുകൊണ്ട് തന്നെ അവളുടെ ഇഷ്ടം മാത്രം തനിക്ക് അറിഞ്ഞാൽ മതിയെന്ന് അവന് ഉറപ്പായിരുന്നു. എൻ്റെ ജീവിതത്തിൽ എൻ്റെ കുഞ്ഞല്ലാതെ വേറെ ആര് ചേരാനാണ്? അവൻ നിറഞ്ഞ പുഞ്ചിരിയോടെ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. പിന്നെ എൻ്റെ പെണ്ണിന് തറവാട്ടിലെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. മുത്തശ്ശിയോട് സമ്മതം വാങ്ങിയിട്ടാണ് ഞാൻ എൻ്റെ പെണ്ണിനോട് എൻ്റെ മനസ്സ് തുറന്നത്. ഇത് കേട്ടതും അമ്മു വിശ്വസിക്കാനാകാതെ യദുവിലേക്ക് തന്നെ നോക്കിയിരുന്നു. സത്യമാണോ യദുവേട്ടാ? അമ്മുവിന് വിശ്വസിക്കാനായില്ല. അതെ, മുത്തശ്ശിക്ക് മാത്രമല്ല അറിയാം, പിന്നെ കണ്ണനറിയാം. അച്ഛനും അമ്മയ്ക്കും ചെറിയ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ കിച്ചുവിൻ്റെ കാര്യത്തിലാണ് ഒരു വശപ്പിശക്ക്. പെണ്ണ് അല്പം പോലും പിടി തരുന്നില്ല. അയ്യോ, കണ്ണേട്ടനും അറിയോ? പിന്നെ നന്നായിട്ടറിയാം. യദു അതും പറഞ്ഞുകൊണ്ട് നന്നായിട്ട് ചിരിച്ചു കാണിച്ചു. അയ്യോ, ഇനി ഞാൻ എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? അമ്മു നഖം കടിച്ച് ആലോചനയിലായി. എൻ്റെ അമ്മു, നിനക്കിഷ്ടമാണ് എന്നല്ല എല്ലാവർക്കും അറിയുന്നത്. എനിക്ക് ഈ പെണ്ണിനോട് ഇഷ്ടമാണെന്നാണ് എല്ലാവരും അറിയുന്നത്. എന്നാലും യദുവേട്ടാ, എന്താണ് പ്രശ്നം എൻ്റെ അമ്മൂട്ടി? അത് പിന്നെ മുത്തശ്ശി ചോദിക്കില്ലേ? എന്ത്? യദു കാര്യം മനസ്സിലായിട്ടും അറിയാത്ത പോലെ ചോദിച്ചു. അമ്മുവിൻ്റെ മുഖം ചുവന്നു വന്നു. യദുവിന് തൻ്റെ പെണ്ണിനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തോന്നി. അവൻ അവളുടെ ഇരു കൈകളും കയ്യിലേക്ക് എടുത്തുകൊണ്ട് പറഞ്ഞു. എൻ്റെ പെണ്ണ് കൂടുതൽ ആലോചിച്ച് ഈ കുഞ്ഞിത്തല പോക്കേണ്ട. നമുക്കിനി അങ്ങോട്ട് ഒളിച്ചും പാത്തും പ്രേമിച്ച് അങ്ങനെ നടക്കാം. അയ്യോ, ഞാനില്ല കേട്ടോ. എൻ്റെ കിച്ചുവിൻ്റെ മനസ്സറിയാതെ ഞാൻ പ്രേമിക്കാനൊന്നുമില്ല കേട്ടോ. ഓക്കെ, കിച്ചുവിൻ്റെ മനസ്സിൽ നിന്നെ ഏട്ടത്തിയാക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഞാൻ തന്നെ കണ്ടുപിടിച്ചു തരാം. പോരെ? അമ്മു അവളുടെ തല ആട്ടി കാണിച്ചു. ഏട്ടാ, പോവാ. 2 മണിക്കൂർ, ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. അവർ രണ്ടുപേരും ജ്വല്ലറിയിൽ കയറി വീട്ടിലെത്തിയപ്പോൾ 5 മണി ആയിരുന്നു. അമ്മു മുത്തശ്ശിയെയും കണ്ട് വീട്ടിലേക്ക് പോന്നു. ഒന്നു നിന്നേ. വീടിൻ്റെ അടുത്തെത്താറായപ്പോഴാണ് ബാക്കിൽ നിന്ന് കിച്ചുവിൻ്റെ വിളി കേട്ടത്. അമ്മു കണ്ണുകൾ മുറുകെ അടച്ച് ശ്വാസം വലിച്ചു വിട്ടു. കണ്ണുകൾ തുറന്നതും തൊട്ടു മുന്നിൽ നിൽക്കുന്നു നമ്മുടെ മരംകേറി പെണ്ണ്. എന്താ? കിച്ചു അമ്മുവിനോട് ചോദിച്ചു. എന്ത്? അമ്മു ഒന്നും മനസ്സിലാവാതെ തിരിച്ചു ചോദിച്ചു. അല്ല, എന്ന് തുടങ്ങി? എൻ്റെ ഏട്ടനുമായി ഈ ചുറ്റിക്കളി? കിച്ചു ഗൗരവത്തിൽ ചോദിച്ചു. അമ്മുവിന് ആകെ സങ്കടമായി. ഇത്രയും കാലം കിച്ചുവിൻ്റെ ഈ ഭാവം അവൾ കണ്ടിട്ടില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി. അവൾ മുഖം പൊത്തി മുട്ടുകുത്തി നിലത്തിരുന്നു. പൊട്ടി പൊട്ടി കരഞ്ഞു. പെട്ടെന്നുള്ള അമ്മുവിൻ്റെ ഈ പ്രവൃത്തി കിച്ചു ആകെ ഭയന്നു. വെപ്രാളത്തോടെ അവൾ അമ്മുവിൻ്റെ മുന്നിൽ നിലത്ത് പതിഞ്ഞിരുന്നു. അയ്യോ അമ്മു, കരയല്ലേ. ഞാൻ വെറുതെ ചോദിച്ചതല്ലേ. അയ്യോ, എന്താ ഇപ്പോൾ ചെയ്യുക? ഈശ്വര, അവൾ 4 പാടും നോക്കി. കിച്ചു എന്തു പറഞ്ഞിട്ടും അമ്മുവിൻ്റെ കരച്ചിൽ ഒരു കുറവുമില്ല. അവൾ മുഖം പൊത്തി പദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കിച്ചു അവളുടെ കൈകളെ ശക്തിയോടെ പിടിച്ചു മാറ്റി. അമ്മുവിൻ്റെ കരഞ്ഞു വീർത്ത ചുവന്ന മുഖം കണ്ടപ്പോൾ കിച്ചുവിന് സ്വയം ദേഷ്യം തോന്നി. എൻ്റെ പൊന്നല്ലേ, കരയല്ലേ പ്ലീസ്, ഞാൻ വെറുതെ അഭിനയിച്ചതല്ലേ കിച്ചു. അവൾ സങ്കടത്തോടെ വിളിച്ചു. ഞാൻ യദുവേട്ടനോട് പറഞ്ഞതാ കിച്ചുവിന് ഇഷ്ടമാവില്ല എന്ന്. എന്നോട് ക്ഷമിക്കൂ കിച്ചു. ഞാൻ എൻ്റെ മനസ്സ് വേണ്ട, ഒന്നും വേണ്ട. ഞാൻ അമ്മുവിന് സങ്കടം കൊണ്ട് വാക്കുകൾ മുഴുവിക്കാൻ കഴിയുന്നില്ല. എന്തു വേണ്ട എന്ന് അമ്മു?
വർഷങ്ങളായി നീ മനസ്സിൽ ആരോടും പറയാതെ ഒളിപ്പിച്ചു വെച്ച എൻ്റെ ഏട്ടനോടുള്ള ഇഷ്ടമോ? കിച്ചുവിൻ്റെ ചോദ്യം കേട്ട് അമ്മു അന്തം വിട്ടു കിച്ചുവിനെ നോക്കി. എടി പൊട്ടി, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് നീ കരുതിയോ? ഇത് എവിടെ വരെ പോകുമെന്ന് നോക്കുകയായിരുന്നു ഞാനും ഇത്രയും നാളും. കിച്ചുവിന് അറിയായിരുന്നോ? കിച്ചു തലകുലുക്കി. നിനക്കിഷ്ടാണോ എന്നെ ഏട്ടത്തിയാക്കാൻ? പിന്നെ ഇഷ്ടമല്ലാതെ ആവോ? എൻ്റെ ക്രൈം പാർട്ണർ അല്ലേ നീ? നിന്നെ അങ്ങനെ വിട്ടു കളയാൻ പറ്റുമോ കിച്ചു? യദുവേട്ടന് എന്നെ ഇഷ്ടമുള്ളത് നിനക്കറിയാമോ? എന്നേ അറിയാം, അവൾ വലിയ ഗമയിൽ പറഞ്ഞു. എന്നറിയാം, എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. എടി മണ്ടിയേ, ഞാൻ അറിഞ്ഞത് ഇന്ന് ഈ സമയമല്ലേ? അമ്മു വാ തുറന്ന് നിൽക്കുകയാണ് കിച്ചുവിൻ്റെ മറുപടി കേട്ട്. അമ്മു, നമ്മുടെ ഗീതു നാട്ടിലെത്തിയിട്ടുണ്ട്. അവൾക്ക് ഇപ്പോൾ 7-ാം മാസമാണ്. ഇന്ന് രാവിലെ അമ്മിണിയമ്മ വന്നപ്പോൾ മുത്തശ്ശിയോട് പറയുന്നത് കേട്ടു. നമ്മുടെ വലങ്കൈ ആയിരുന്നല്ലോ അവൾ. അവളുടെ വയറു കാണാൻ പോവാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ രാജിയമ്മ പറഞ്ഞതാ നീ യദുവേട്ടൻ്റെ കൂടെ ടൗണിൽ പോയെന്ന്. അമ്മു, എങ്ങനെയാ യദുവേട്ടൻ നിന്നെ പ്രപ്പോസ് ചെയ്തത്? പോ പെണ്ണേ, ഞങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ടൗണിൽ പോയതൊന്നുമല്ല. പിന്നെ എന്തിനായിരുന്നു എന്നോട് പോലും പറയാതെ നീ പോയത്? ഓ അതോ, ഞാൻ നിനക്ക് പിറന്നാൾ സർപ്രൈസ് വാങ്ങിക്കാൻ പോയതല്ലേ. അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛന് തിരക്കാണത്രേ. തറവാട്ടിൽ വന്നപ്പോൾ യദുവേട്ടനെ കണ്ടു. അങ്ങനെ യദുവേട്ടൻ എന്നോടും കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെയാ ഒന്നിച്ച് ടൗണിൽ പോയത്. ആ അങ്ങനെ പറ. കള്ളക്കാമുകൻ ചുളിവിൽ പ്രപ്പോസ് ചെയ്തു അല്ലേ? എന്തായാലും എനിക്കൊത്തിരി സന്തോഷമായി. കിച്ചു അമ്മുവിനെ കെട്ടിപ്പിടിച്ച് കവിളിൽ ഉമ്മ വെച്ചു. അമ്മു, നമുക്ക് കുറച്ച് ഫ്രൂട്ടൊക്കെ ആയി ഗീതുവിനെ വയറ് കാണാൻ പോയാലോ? കിച്ചു മാവിൻ്റെ മണ്ടയിലോട്ട് നോക്കി ചോദിച്ചു. കിച്ചു. പെട്ടെന്നാണ് കണ്ണൻ്റെ ശബ്ദം കേട്ടത്. കിച്ചു, എന്താ നിൻ്റെ പുറപ്പാട്? കണ്ണൻ അവളുടെ അടുത്ത് വന്ന് തിരക്കി. എന്ത് പുറപ്പാട് കണ്ണേട്ടാ? എൻ്റെ കിച്ചു, നീ ശരിക്കും മണ്ടിയാണോ? നിൻ്റെ കാലിന് ഇത്രയും നാൾ എന്തായിരുന്നു? ഈ വയ്യാത്ത കാലും വെച്ച് നീ വീണ്ടും മരം കയറാൻ പോവാണോ? അത് കേട്ടപ്പോഴാണ് കിച്ചുവിന് കാര്യം മനസ്സിലായത്. കിച്ചു നിന്നു പരുങ്ങാൻ തുടങ്ങി. അത് പിന്നെ കണ്ണേട്ടാ, എനിക്ക് ആ പഴുത്തു നിൽക്കുന്ന മാമ്പഴങ്ങൾ വേണമായിരുന്നു. അതിന് കയറി തന്നെ പറിക്കണോ നിനക്ക്? കേശവേട്ടന്, തറവാട്ടിലെ സഹായി, അവരെ കൊണ്ട് പറപ്പിച്ചാൽ പോരെയായിരുന്നോ? കേശവേട്ടനെ ഞങ്ങൾ എവിടെയും കണ്ടില്ല. അല്ലെങ്കിൽ കണ്ണേട്ടൻ തന്നെ കയറി പറിച്ചുതാ. പിന്നെ ഞാൻ തിരക്കില്ല. കേശവേട്ടൻ വരട്ടെ, എന്നിട്ട് പറപ്പിക്കാം. ഇപ്പോൾ അകത്ത് പോവാൻ നോക്ക്. കിച്ചു മുഖം കൂട്ടി വീണ്ടും കയറാൻ വേണ്ടി തൻ്റെ ധാവണി വലിച്ചു കുത്തി. കിച്ചു, നീ ഈ കാൽ വെച്ച് മരം കയറുന്നത് ഞാൻ കണ്ടാൽ ഈശ്വരനാണേ നിൻ്റെ 2 കാലും ഞാൻ അടിച്ചു പൊട്ടിക്കും. അമ്മു, നീ തോട്ടി കണ്ടുവോ? ആ കണ്ണേട്ടാ, ഞാൻ എടുത്തിട്ട് വരാം. അമ്മു തോട്ടിയെടുക്കാനായി തിരിഞ്ഞതും അല്ലെങ്കിൽ വേണ്ട അമ്മു, ഞാൻ തന്നെ എടുത്തിട്ട് വരാം. കണ്ണൻ അതും പറഞ്ഞു തോട്ടിയെടുക്കാനായി പിന്നാമ്പുറത്തേക്ക് നടന്നു. കിച്ചു, എൻ്റെ ഷർട്ടിൽ അഴുക്കായാൽ നീ തന്നെ കഴുകിത്തരണം, കേട്ടല്ലോ? ആ കേട്ടു. ഉടൻ തന്നെ കിച്ചുവിൻ്റെ മറുപടിയും വന്നു. കണ്ണനെ കൊണ്ട് പറമ്പിലെ ചക്ക, മാങ്ങ, ചാമ്പക്ക തുടങ്ങിയ എല്ലാ ഐറ്റവും പറപ്പിച്ച് അവൾ തൻ്റെ ദേഷ്യം അങ്ങോട്ട് തീർത്തു. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കുന്നത്? ഗീതുവിൻ്റെ അമ്മ ശാരദ ഉമ്മറത്ത് വന്നു നിൽക്കുന്ന കിച്ചുവിനെയും അമ്മുവിനെയും കണ്ട് തിരക്കി. ആ ശാരദേച്ചി, ഗീതുവില്ലേ ഇവിടെ? അവളെ കാണാൻ വന്നതാണ് ഞങ്ങൾ 2 കിച്ചു പറഞ്ഞുകൊണ്ട് അവരുടെ 2 കൈയിലെ ഭാരമുള്ള കവറുകൾ തിണ്ണയിൽ വെച്ച് അവർ നിവർന്നു നിന്നു. ഇതെന്തൊക്കെയാ മക്കളെ, ഒരുപാടുണ്ടല്ലോ. ശാരദ അതിശയത്തോടെ തിരക്കി. ഞങ്ങൾ ഗീതുവിൻ്റെ വയറ് കാണാൻ വന്നതാണ് ചേച്ചി. അവൾ എന്തിയേ? അവൾ അകത്തുണ്ട് മക്കളെ, കയറി വരൂ. ശബ്ദം കേട്ട് അപ്പോഴേക്കും ഗീതു ഉമ്മറത്തെത്തിയിരുന്നു. തൻ്റെ കൂട്ടുകാരികളെ കണ്ട് അവൾ സ്നേഹത്തോടെ അവരെ മാറി മാറി കെട്ടിപ്പിടിച്ചു. എൻ്റെ ഗീതു, ഇങ്ങനെ മുറുകെ പിടിക്കല്ലേ പെണ്ണെ, കുഞ്ഞുവാവയ്ക്ക് വേദനിക്കും. കിച്ചു സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങൾ അകത്തേക്ക് വാ. ഗീതു, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖത്തോടെ പോകുന്നു. നിങ്ങൾ 2 പേരും ഇപ്പോഴും പാറിപ്പറന്ന് നടക്കുകയാണ് അല്ലേ? പിന്നെ നടക്കാതെ. നീ അല്ലേ 18 തികയാൻ കാത്തിരുന്ന പോലെ വേഗം കല്യാണം കഴിച്ച് പോയത്? കിച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഗീതു ഒന്ന് പുഞ്ചിരിച്ചു. അമ്മു എന്താ ഒന്നും മിണ്ടാത്തേ? ഗീതു അമ്മുവിനെ നോക്കി ചോദിച്ചു. ഒന്നുമില്ല ഗീതു, ഈ അമ്മുവിന് ഒരു മാറ്റവും ഇല്ലല്ലോ. കിച്ചു, യദുവേട്ടൻ എന്നോട് ഇഷ്ടം പറഞ്ഞോ അമ്മു? പണ്ട് ഞാൻ യദുവേട്ടനോട് എൻ്റെ ഇഷ്ടം പറഞ്ഞപ്പോൾ യദുവേട്ടൻ എന്നോട് പറഞ്ഞു, ചെറുപ്പം മുതൽ യദുവേട്ടൻ്റെ മനസ്സിലൊരു പെണ്ണുണ്ടെന്ന്, അത് അമ്മുവാണെന്ന്. കേട്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. പിന്നെ വിചാരിച്ചു, നമ്മളെ ഇഷ്ടപ്പെടുന്നവരെയല്ലേ നമ്മൾ ഇഷ്ടപ്പെടേണ്ടതെന്ന്.
പിന്നെ ഒന്നും ആലോചിച്ചില്ല. ഗിരിയേട്ടൻ്റെ ആലോചന വന്നപ്പോൾ അങ്ങ് സമ്മതിച്ചു. ഇപ്പോൾ ആ തീരുമാനം നന്നായി എന്ന് തോന്നുന്നു. ഏട്ടൻ എന്നെ ഒരുപാട് ഇഷ്ടമാണ്. മക്കൾ വായോ, ചായ കുടിക്കാം. ശാരദ വിളിച്ചതും അവർ സംസാരം നിർത്തി ഹാളിലേക്ക് നടന്നു. ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരുന്ന് ഇരുട്ടായിരുന്നു രണ്ടാളും തിരിച്ച് വരുമ്പോൾ.